അപ്പം വരൂ. ഇതൊക്കെ മിസ്യൂസ് ഓഫ് പവേഴ്സ് ആണ്. ഇതൊക്കെ ഇത് അവിടെ ഇവിടെ വരെ നടന്നു വരാൻ പറ്റൂലേ? ഞാൻ ഹലോ പവർ ഉണ്ട് നമുക്ക് സിറ്റിയില്. പവർ അടിച്ചെങ്കിൽ ഞാനോർത്ത് ഇവര് ഡ്രാഗ് ചെയ്തതാണോ? അതെ ജോക്കി 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 എടുക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ എടുത്തോടെ കൊണ്ടുവച്ചില്ല. പുള്ളി 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. ഇപ്പൊ വരും പുള്ളി പിന്നെ നമുക്കറിയാലോ ഇതൊക്കെ ഇത്ര കാലമായി. ചിലപ്പോ വേറെ വല്ലയിടത്തായിരിക്കും വാസവനെ. അപ്പ 4 പേരായിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പ അന്ന് എന്റെ റിക്രൂട്ട്മെന്റിന്റെ ദിവസമല്ലേ വാസവനെ? ആ സത്യം. ജോക്കി പരക്കെ സിറ്റിയില് ജോക്കിയെ പറ്റി ഒരു പെങ്കൊച്ചിന്റെ പേരിൽ അലിഗേഷൻ അറിയുന്നുണ്ട് കേട്ടോ. എന്തോ കാത്തിയുടെ അത് ആ പെണ്ണ് വട്ടം കണ്ടാടാ പെണ്ണിനെ. വട്ടം പറയണത് പണ്ടേ ഉള്ള സൂക്കടാ. കാര്യമൊക്കെ പറ. ഇല്ലടാ എന്തുവാടാ ഈ പറയുന്നേ? എടാ അതിന് വട്ട ആക്ച്വലി അതിന് ജോണി മാമനെയാണ് ഇഷ്ടം. എടാ ആക്ച്വലി ഞാൻ ഇതെന്തുവാ ഇത് നേരെ നിൽക്കുക. റെഡിയാണോ രായ? ഞാനേ ഒരു സഹായം കൂടെ ചെയ്തിട്ടോ. ചെയ്തിട്ടോ അപ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ. സോ ഗൈസ്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ 4 റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിൽ 3 പേരെ ഇന്ന് ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. 3 ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നത് 3 പേരെയാണ്. അതിൽ ഒരാളുടെ കാര്യത്തിൽ നമ്മൾ കൺഫർമേഷൻ ആയിട്ടില്ല. ആ കാര്യം കൺഫേം ആയതിനു ശേഷം ആ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യത്തുള്ളൂ. അത് മോസ്റ്റ്ലി ഞാൻ അടുത്ത ലൈവിലല്ല നല്ല ഒരു 2-3 ദിവസം ഡ്രീമറോട് അവിടെ പോയിട്ട് വന്നതിന് ശേഷം എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് 3 പേരുണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഞാൻ ഒരാളെ മാത്രം കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നതല്ല. ഇന്ന് 3 പേരുണ്ട് നമുക്ക് റിക്രൂട്ട്മെന്റ്. അത് 100% ഉറപ്പാണ്. 3 റിക്രൂട്ട്മെന്റ് ഉണ്ട്. പിന്നെ അപ്പാപ്പനെ അങ്ങോട്ട് വന്നായിരുന്നല്ലോ. അപ്പാപ്പൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് അനൗൺസ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അവർ ഫാമിലീസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. പക്ഷേ ഇത് ഈ പറയണതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ഒത്തൊരുമ, ഞാൻ ഒരു കാര്യം പറയാൻ എല്ലാവരുടെ അടുത്തും, ഇത് എൻ്റെ മനസ്സിൽ ആലോചിച്ചതിൻ്റെ അപ്പുറത്തോട്ട് ടി വിയെ വളർത്തുക ഇപ്പോൾ. അല്ലാതെ നിങ്ങൾ മോശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറവാണെന്ന് പറഞ്ഞോ ഉള്ളൊരു കാര്യം കൊണ്ട് അല്ല ഈ റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കുന്നത്. നിങ്ങൾ ഈ നിൽക്കുന്ന എൻ്റെ ഡ്രീം ടി വിയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, ഞാൻ എന്താണോ എവിടെ എത്തിക്കണമെന്നാണോ വിചാരിച്ചത്, അവിടെ എത്തി നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ ഉള്ള മെമ്പേഴ്സ് അടക്കം എല്ലാവരും. സോ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മുടെ ഒരു ഗ്യാങ് ഒരു ഡൗൺ ടൈമിൽ നിന്ന് നമ്മളിവിടെ വരെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ റീബിൽഡിന് ശേഷം 45 വാറാണ് ജയിച്ചത്. ഈ 45 വാറിൽ ഈ 45 വാറിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്തോട്ടേടാ. അറൗണ്ട് 45 വാറാണ് നമ്മൾ ഈ റീബിൽഡിന് ശേഷം നമ്മൾ ജയിച്ചത്. അതിൽ നമ്മൾ തോറ്റതെന്ന് പറഞ്ഞാൽ 1 2 3 4 5 വാറാണ് നമ്മൾ. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. ഇത് ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ഓരോ തോൽവികളുണ്ട്. ഈ തോൽവികൾക്ക് ശേഷം നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ 6 എണ്ണം തോറ്റ അവരെ അടിച്ച് നമ്മൾ ഇതാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ എടുക്കാതെ പേടിച്ച് പോയവന്മാരുണ്ട്. നമ്മൾ വൺസ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞതിന് ശേഷം, മനസ്സിലായ?
ആ കഴിഞ്ഞ ഇപ്പൊ കറന്റ് നമ്മൾ 15 സ്ട്രീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യലല്ല നിങ്ങളുടെ ഡ്യൂട്ടി. ഈ സ്ട്രീക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രഷർ നിങ്ങൾക്ക് ഒരിക്കൽ പോലും വരാൻ പാടില്ല. വാർ തോറ്റ അത്രേ ഉള്ളൂ. നമുക്ക് ഈ തോക്കുന്ന ആരായിട്ടാണോ അവരെ നമ്മൾ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. ഈ സ്ട്രീക്കിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് സ്ട്രീക്കേ വേണ്ട. പക്ഷെ കറന്റ് നമ്മൾ 15 സ്ട്രീക്കിലാണ് നിൽക്കുന്നത്. സോ ഞാനിത് നമ്മുടെ ഒരു ഗ്യാങ് നിൽക്കുന്ന ലെവലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അല്ലാതെ ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ട. അങ്ങനെ ഒരു പ്രഷർ നിങ്ങളിൽ ഒരാൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായ? അതാണ് നമ്മൾ മുന്നോട്ട് മര്യാദയ്ക്ക് പോകുന്നത്. നമ്മൾ തോക്കുന്ന ആരെയാണോ അവരെ നമ്മൾ ഒരു വട്ടം നമ്മൾ അവരോട് തോറ്റാൽ 3 വട്ടം നമ്മൾ അവരെ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഞാൻ ഇത് എത്ര എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തോന്നൽ തരാൻ പാടില്ല. നിങ്ങൾ ബെറ്റർ അല്ലാത്തത് കൊണ്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുന്നതെന്ന്. നിങ്ങൾ എനിക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അസറ്റ്സാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ആ റീബിൽഡ് തൊട്ട് ഇവിടെ വരെ TV-യെ ഈ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയതിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന് ഒരു വലിയ റോളുണ്ട്. അതിന് ഞാൻ വലിയൊരു താങ്ക് യു പറയുകയാണ്. ആസ് എ ലീഡർ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു വലിയ താങ്ക് യു ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിനോട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ത്രൂ ഔട്ട് ദ ജേണി. അതിന് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം എല്ലാവരോടും. അപ്പാപ്പനോടും അതുപോലെ തന്നെ ജോക്കിയോടും ചന്ദ്രനോടും അങ്ങനെ കുറേ പേര്. പിന്നെ പോയ നമ്മളതിനകത്ത് ഇനാക്റ്റീവ് ആയിരുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു, എല്ലാവരും വന്നു. സോ അപ്പം നമ്മുടെ ഫാമിലിയിലോട്ടൊരു 3 പുതിയ മെമ്പേഴ്സ് കൂടി ഇന്ന് വരുന്നുണ്ട്. സോ അവരെ കൂടെ ഞാൻ വെൽക്കം ചെയ്യുവാണ്. സോ ആദ്യം തന്നെ ഇത് TV-ക്ക് എൻ്റെ മൊത്തത്തിൽ, അതായത് വെറും ഒരു എന്താ പറയുക, ഒരു പ്ലെയർ മാത്രമായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് അല്ല. നമ്മുടെ TV-യിലെ ഫാമിലിയിലൊരു നല്ലൊരു അസറ്റ് കൂടിയാണ് നമുക്ക് അവൻ. PvP വൈസും ബാക്കി എല്ലാ വൈസും നമുക്കൊരു നല്ലൊരു അഡീഷനാണ്. ഐ ആം വെൽക്കമിങ് KVA നിഞ്ച ടു TV-യെ as TV-യെ നിഞ്ച. നമ്മുടെ ഡെവലപ്പറും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയറുമായിട്ട് TV-യിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയറാണ് നിഞ്ച. വെൽക്കം ടു TV-യെ. വെൽക്കം. നിഞ്ച 2 വാക്ക് സംസാരിക്കണം. ഒരു കാര്യം ചെയ്യും, ഇവരോട് സംസാരിക്കുമ്പം താ വെച്ച് മാത്രം സംസാരിക്കാൻ പറ. മനസ്സിലാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിഞ്ച താങ്ക് യു എന്ന് പറഞ്ഞാടാ. താങ്ക് യു. താറാവെന്നൊന്ന് പറഞ്ഞേ. താറാവ് അതെന്താ? എടാ നീ സത്യം ഇവന്റെ ഇവിടുത്തെ സംസാരം കേട്ടെ നമ്മുടെ ഇവന്റെ മലയാളം വർഷം പോലുണ്ട് ഡസ്റ്ററോടെ അല്ലേ? ചെറുതായിട്ട് പറയടാ 2 വാക്ക് സംസാരിക്കേ. താങ്ക് യു TV-യിൽ വിളിച്ചതിന്. എന്താ പറയണതല്ലേ പെട്ടത് വെച്ചപ്പോ. അപ്പൊ ഞാൻ ഇവർക്ക് എടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു, നമ്മുടെ കഴിഞ്ഞ TV-യുടെ ഇവന്റും KV-യുടെ ഇവന്റും എല്ലാം ഡെവലപ്പ് ചെയ്തത് നിഞ്ചയും കൂടെയാണ്. സോ നമ്മളൊരു ഡെവലപ്പറായിട്ട് മാത്രമല്ല, അവനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പ്ലസ് ഒരു പ്ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇനി നമ്മുടെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വൈമാപ്പുകളും RP-കളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നിഞ്ചയും അവൻ്റെ ടീമും ആയിരിക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് നിഞ്ചയുടെ കയ്യിൽ നിന്നുണ്ടാവും. നിഞ്ച അപ്പം എനിവേ വെൽക്കം ടു TV-യെ. താങ്ക് യു. എന്തായാലും ഫുൾ സപ്പോർട്ട്. പിന്നല്ല വെൽക്കം നിഞ്ച മേളോട്ട് പോയിട്ട് വെൽക്കം നിഞ്ച എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അത് ഇന്നോ ഡെവലപ്പ് ചെയ്യണമായിരുന്നല്ലേ? അത് ചെയ്യണമായിരുന്നു. എല്ലാം പെട്ടെന്ന്. ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ അപ്പുറത്തോട്ട് ആക്കിയിട്ട് വരാം. വാ. അപ്പൊ വെൽക്കം നിഞ്ച. ഇന്നോട്ട് ഇത് തൊട്ടയലോക്കാണ്. ഇത് അപ്പുറത്തായിരുന്നു വീട്, ഇതൊക്കെ ഇപ്പൊ തൊട്ടിപ്പുറത്ത്. ഓക്കെ എടാ അവനൊരു വെൽക്കം പറയണം എല്ലാരും. ഒരു KV ഡൗൺ ആവും. KV കളിക്കുന്ന പ്ലെയർ അല്ല ഗൈസ്. KV ഡൗൺ ആവാൻ വേണ്ടി KV കളിക്കുന്ന പ്ലെയർ അല്ല. KV അവൻ കളിക്കുന്നില്ല. KV കറന്റ് അപ്പൊ KV ലൈനപ്പിൽ കളിച്ചോണ്ടിരിക്കുന്ന പ്ലെയർ അല്ലല്ലോ.
അപ്പൊ അല്ല 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 കെ വി കളിക്കുന്ന പിള്ളേരല്ല, അവൻ കുറച്ച് അല്ല നാളെ അല്ല വാസുമോനെ ഡിലേ വന്നോ? ഹലോ അല്ല അത് മറ്റേ 2 സെക്കൻഡ് ഡിലേ 1 സെക്കൻഡ് ഇപ്പൊ റെഡി ഓ ലൈവില് എടുത്താക്കിയല്ലേ. ആ വന്നു റെഡിയായി ജോക്കി കേക്കാവോ? ജോക്കി AFK നിക്കല്ലേ ജോക്കി? അല്ല കേൾക്കാൻ ഓക്കെ. വാസുമോനെ നിഞ്ച എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവൻ മീൻസ് ഇതിനു മുന്നേ ആക്റ്റീവായിട്ട് KVയിൽ കളിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇതേപോലെ KVക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവനാ ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. അവരുടെ ഇവന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ അത് ചെയ്യാതിരിക്കത്തില്ല. ഉറപ്പായിട്ടും അവൻ ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല ഇപ്പൊ അത് കൊടുക്കാം. സോ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഒരു PvP പ്ലെയർ ആണ്. ഒബ്വിയസ്ലി PvP പ്ലെയറും അതുപോലെ തന്നെ സംസാരിക്കാനും എല്ലാം കഴിവുള്ള ഒരു പ്ലെയർ ആണ്. നമുക്ക് TVക്ക് നല്ലൊരു അസറ്റായിരിക്കും എന്തുകൊണ്ടും, അതെനിക്ക് ഉറപ്പാണ്. സോ വി ആർ വെൽക്കമിങ് സ്റ്റാലിൻ ടു TVA സ്റ്റാലിൻ. വെൽക്കം ടു TVA സ്റ്റാലിനെ. സ്റ്റാലിനെ വെൽക്കം മോനെ. താങ്ക് യു. നീ വന്നതിന് താങ്ക് യു. അപ്പൊ ഒരു 2 വാക്ക് സംസാരിക്കേ. എനിക്ക് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നതിൽ ഭയങ്കര താങ്ക്സ്. പിന്നെ ഒന്നാമത് ടെൻസ്ഡാണ്, അതിലറിയാലേ. എന്താ നിനക്ക് ടെൻഷൻ? എന്താ ടെൻഷനല്ല, അതല്ല, സെറ്റാണ്. ഓക്കെടാ, ഓൾ ഗുഡ്. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ലൊരു അഡീഷനും നല്ലൊരു അസറ്റുമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാനിപ്പോ TVയിലോട്ട് കൊണ്ടുവന്നത്. അത് എന്ന് നീ അങ്ങനെ കീപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിന്റെ എക്സ് ഗ്യാങ് ഇവിടെ ചോദിക്കുന്നത്, നീ ലാസ്റ്റ് ഡയോസിലല്ലേ കളിച്ചേ? ഡയോസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോട്ടിൽ കളിച്ചായിരുന്നു. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വെൽക്കം ടാ. വാ അങ്ങോട്ട് വിടാം. വാ. പിന്നല്ല എടാ, ഒരു വെൽക്കം കൊടുത്തേ. വാ എല്ലാരും ഞാനങ്ങ് പേടിച്ചു പോയി 1 സെക്കൻഡ്. സോ ഇന്നത്തെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ആണ്. സോ ഈ ഒരു റിക്രൂട്ട്മെന്റും സംതിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് ഓക്സി ടു TVA as TVA ഓക്സി. വെൽക്കം ബാക്ക് ഓക്സി. വെൽക്കം ബാക്ക് കുട്ടിയെ, വെൽക്കം ബാക്ക്. താങ്ക് യു ഓക്സി. വെൽക്കം ബാക്കടാ. താങ്ക് യു അണ്ണാ. നീ തിരിച്ചു വരാൻ പറ്റിയ ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുക. എനിക്കറിയാം നീ കുറച്ച് പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആവുന്ന ആളാണെന്ന്. ഇനിയിപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു, സെറ്റായിട്ട് മുമ്പോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. പഴയതിനെക്കാട്ടും പവറായിട്ട് കാണുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. വാ നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് പോയി. ഇവനെ കൂടെ അകത്തോട്ട് വാ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇവിടെ അറിയാൻ വന്നവർക്കും വാ അകത്തോട്ട്. സൗണ്ട് മാറി ഓക്സിയുടെ, കൊറേ നാളായില്ലടാ. ഇതെന്താ ഗ്യാങ് ഹൗസ് പൂട്ടിയോ? ഹലോ. സൗണ്ട് ഒക്കെ മാറി, എക്സ്പെക്റ്റഡ്. നിങ്ങൾ ഇത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇവരെ നിങ്ങൾ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കിയുള്ളതിനും എല്ലാത്തിനും നിങ്ങൾ ഇവരെ കൂടെ കണ്ടതാ. നിങ്ങൾക്ക് ഇത് ഈസി പ്രഡിക്റ്റബിൾ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അത് വലുതായിട്ട് ഇതാക്കിയില്ല. എന്നാലും ഓക്സിജൻ കുറെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
എല്ലാരും അതിലോ എന്നെ വിളിക്കല്ലേ, ഞാൻ ബ്ലോക്ക് ചെയ്യും. നിനക്ക് പതിച്ചോ? പിന്നിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. എവിടെ കയറി ഇരിക്കടാ. ഞാൻ സ്റ്റിക്കിന്റെ സൈഡിൽ ഇരിക്കാം. അറിയാ ഇരിക്കണേ. സ്റ്റിക്കിലൊന്നും തട്ടില്ലല്ലോ. ഇല്ലല്ല, സ്ട്രോങ് സ്റ്റിക്കാ. അതിപ്പോ നീക്കം പിടിക്കുന്നുണ്ടെന്ന്. എനിക്ക് അതിലെ പണി അവന്റെ സ്റ്റിക്ക് പിടിയത്. ആടാടാ. നിങ്ങൾ ഓരോ പ്ലേയേഴ്സിന്റെ സജഷൻ പറയുമ്പോ ഞാൻ ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു. എല്ലാരും ഒന്ന് ഇരിക്കുക, ഞാൻ എന്താ വരുന്നേ. നിങ്ങൾ ഓരോ പ്ലേയേഴ്സിന്റെ സജഷൻ പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ടൈമിൽ ഇവിടുന്ന് പോയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അതാ വരുന്നേ, ഒറ്റ മിനിറ്റ്. ഒരു ടൈമിൽ ഇവിടുന്ന് പോയ പ്ലേയേഴ്സിൽ ഒരാളാണ് ഓക്സി, ഇറ്റാച്ചി, രായന്, ഇങ്ങനെ കുറേ പേരുണ്ട്. സോ ആ ഇറങ്ങിപ്പോയ ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ പേരൊന്നും എടുത്ത് പറയാനുള്ള, ഞാൻ പറയാം, ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഇറങ്ങി നിന്ന സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ കുറേ പ്ലേയേഴ്സായിട്ട് ഇഷ്യൂ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അതായത് അവർ തിരിച്ചു വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം. ഇത് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഒറ്റ ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. എനിക്ക് ഇവരുമായിട്ട് സിങ്ക് ആവാത്ത ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ഇടയ്ക്കോട്ട് കൊണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചേടാ ഇന്ന ആൾ ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കളിക്കുന്നതിൽ ഓക്കെ ആണോ. അതിൽ സ്റ്റീവ് പേഴ്സണലി അവന് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇറ്റാച്ചിക്ക് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ പേരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ലൈക്ക് എനിക്കത് നമ്മളിപ്പം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ തോറ്റിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയണത് പോലെ ഓക്കെ ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ആൾക്കാർ വരാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. എടാ അവന്മാർക്ക് ടി വിക്ക് വേണ്ടി തരാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം തരുന്നുണ്ട്. ഈ പറഞ്ഞ ഈ കയറി വന്ന ആരെങ്കിലും ഒരാൾ ഇനാക്റ്റീവ് ആണോ? ആരെങ്കിലും ഒരാൾ പെർഫോം ചെയ്യാതിരിക്കുന്നുണ്ടോ? കേസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 48 പേരോ 50 പേരോ അടുപ്പിച്ചെന്തോ ആവാറായി. ഇതിൽ നിന്ന് വേണം എനിക്ക് 35 മെമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ. മനസ്സിലായോ? അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാം കേസ്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരായതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ വന്ന് പറയണ സമയത്ത് എനിക്ക് വിഷമമുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം സ്ട്രെയിറ്റ് ഔട്ട് ഫേസ് നോ പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ടി വിയിലില്ല. അത് കാണുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കറണ്ട്ലി ഞാൻ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് അവരുടെ കരിയർ ഇല്ലാതായി പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറച്ച് പേരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് അവർ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായ? അതുകൂടെ ഈ 2 ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇനി ഞാനിത് ബിൽഡ് ചെയ്ത് എല്ലാവരെയും തിരിച്ചുകൂടെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്കതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആവും ഭയങ്കര ഫ്യൂച്ചറിൽ. അപ്പോൾ ലോക്കിയുടെ ഒക്കെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ മെമ്പേഴ്സ് കുറേ പേർക്ക് ഈ പറയണത് പോലെ പ്രശ്നങ്ങളുണ്ട്, ഈ പറയണത് പോലെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനം വെറുതെ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ഈഗോ ക്ലാഷ് ഉണ്ടാക്കി ഇവൻ്റെയും കരിയർ നശിപ്പിച്ച് ബാക്കിയുള്ള നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നശിച്ചു പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇതാക്കിയത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ സരക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്രോ. അത് അങ്ങനെ ഒരു സംഭവം തിരിച്ചിനകത്ത് ഉണ്ടാവില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താക്കാൻ വയ്യ. ഇതിന് മുമ്പത്തെ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടാൽ മതി. സോ അങ്ങനെ ഒരു കാര്യം എന്തായാലും തിരിച്ചിതിനകത്തോട്ട് ഉണ്ടാവില്ല. അതിൽ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അത് നമുക്ക് അവരോട് സംസാരിക്കാം. ഇതെന്താ തുറക്കാത്ത ഇതൊന്നും? എടാ പ്രൊഫസർ, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴേ ഞാൻ പറയണ കാര്യം അതാണെടാ. പ്രൊഫസറിന് ഓൾറെഡി 2 ചാൻസ് നമ്മൾ ടി വിയിൽ കൊടുത്തതാണ്. അല്ലെങ്കിൽ മനസ്സിലായത്? നമ്മൾ അങ്ങനെ 2 വട്ടം കളഞ്ഞിട്ട് മൂന്നാമതൊരാളെ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ടി വിയിൽ. 2 വട്ടമൊക്കെ ഇതാക്കിയിട്ട് 2 വട്ടവും അവൻ ഇനാക്റ്റീവും അവന് കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. സോ അവനിപ്പം ആക്റ്റീവായിട്ട് ഈ ഗെയിം കളിക്കുന്നത് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് അവനെ ഒരു ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് സിറ്റി കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങളത് മനസ്സിലാക്കണം.
കളി നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഗെയിം പ്ലേ ആണ് നിങ്ങൾ കണ്ടത്. അവൻ ഇനി തിരിച്ചു വന്ന് ഈ ഗെയിമിനോട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ലാലല്ലേ ഹണീബില? എടാ, ഈകളെ 83 പേര് കേട്ടോ, റേഡിയോ 83. എടാ എല്ലാരും 83 സ്വിച്ച് ചെയ്യണം. 81 മതിയോ? എന്താ അല്ല, എല്ലാരും ഉണ്ട്. ഗ്യാങ് റോള് കിട്ടി. തനിക്കോണേന്നറിയാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് മേ ബി ഒരാളും കൂടി നമ്മുടെ അതിനകത്ത് വരാനുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവില്ല. അത് നമ്മൾ ചന്ദ്രനൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിക്കാം. നിഞ്ച വാ. നിഞ്ച, നിനക്ക് 2 വാക്ക് സംസാരിക്കാം. നിനക്ക് വന്ന ജേണി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളിവിടെ ഉണ്ടാവും. പറ. ഇങ്ങോട്ട് വേണം, അടുത്തോട്ടിരിക്കാം. ഞാൻ ഇവിടെ കേക്കാം. എനിക്ക് ആദ്യം മെയിനായിട്ട് താങ്ക് യു പറഞ്ഞു KVL എല്ലാവരും. എത്ര ആള് 3 കൊല്ലം KVL ആയിരുന്നു. ഫസ്റ്റത്തെ അങ്ങ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ TVL പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അടുത്തും അവിടെ ഉള്ള എല്ലാ മെമ്പേഴ്സായാലും എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. എല്ലാവരും നല്ല പ്രദേശവും ഇതൊക്കെ ആയിരുന്നു. എന്റെ ഇതിപ്പോ ഒരു പുതിയ ജേണിയാണ്. അപ്പൊ എന്നെ TVLക്ക് ഫാമിലിക്ക് വിളിച്ച വാസണനും പിന്നെ ബാക്കി എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്റെ സൈഡിൽ നിന്ന് പറ്റണ എല്ലാ അതായത് എനിക്ക് TVക്ക് വേണ്ടി എല്ലാം കാര്യങ്ങളും എന്റെ സൈഡിൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ 2 ചോദ്യം ചോദിച്ചപ്പാ. അവന്റെ സൗണ്ട് ഒക്കെ പതറിയട്ടോ അവന്റെ. തനി ശരിയാ. എടാ നീ കരയാറാ എന്തിന്? നിന്റെ സൗണ്ട് ഒക്കെ നമ്മളെ പോലെ ലോല ഹൃദയനായിരിക്കില്ലേ? നിഞ്ച, ഇവിടെ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈ TVA? The only best, the only. അതായത് ഗാങ്സ്ലോട്ടിൽ കിട്ടാൻ വേണ്ടിട്ട് ഗാങ്സ്ലോട്ടോട്ട് വരാനുള്ള അറ്റംപ്റ്റുകളാണ് അതൊക്കെ. അതങ്ങനെ സത്യമല്ലെന്നാണോ വാസണം പറയുന്നത്? അത് സത്യമാണ്. നീ അങ്ങനെ പ്രത്യേകിച്ച് നീ അത് എടുത്ത് പറഞ്ഞോണ്ട് പറഞ്ഞതാണ് കേട്ടാ. അല്ല വാസോണ്ട, എനിക്ക് അങ്ങനെ ഗ്യാങ്സ്റ്റർ ഞാൻ അത് അങ്ങനെ പറയലണ്ണ. നമ്മള് സ്ലോട്ടിന് വേണ്ടി അല്ലല്ലോ. നിന്നെ അവസാനമായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷമാണ്. ഞാൻ മനസ്സിലായ ചന്ദ്രന്റെ കൂടെ എല്ലാ ദിവസവും. അതെ ചന്ദ്രന്റെ കൂടെ. അതെ. അതേപോലെ തന്നെ നമ്മുടെ എന്നത്തെ പോലത്തെ 12ാമത്തെ ചോദ്യം. ഈ ഗാങ്ങിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ പേരും. ഈ ഗാങ്ങിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേരാണ് 2 പേര് പറയാൻ പറ്റും. ഒരു പേരെ പറ്റത്തുള്ളേ. സെലക്ട് വൺ. ടഫാണ് പറഞ്ഞാലേ, എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കേടാ. എന്റെ പേര് പറഞ്ഞു. ഞാൻ പറയണ്ടാ, സമയം കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ ആർപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ചന്ദ്രൻ. അല്ല ചന്ദ്രൻ
ഇല്ല ഇല്ല പ്രശ്നമല്ല. ഓക്കെയാണ് ഓക്കെയാണ്. അതല്ല ഞാൻ ഇങ്ങനെ പുറത്തു നോക്കുമ്പോ എടാ അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പഴേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തിരിച്ചെടുക്കുക സോനിവിനെ വേണ്ട പറഞ്ഞു. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് ടിവിയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? അത് അല്ല ഞാൻ പറയാം, അരോചകം പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരാളെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ തോന്നിയ ദേഷ്യം തോന്നിയ ദേഷ്യം ആരെ കണ്ണാ കോമൺ ആൻസർ ആണ്, കോമൺ ആൻസർ ആണ്. ജെന്യൂൻ ആൻസർ ഇത് ജെന്യൂനിറ്റി അറ്റ് സ്പീക്ക്, ഇത് ജെന്യൂനിറ്റി അറ്റ് സ്പീക്ക്. ഇത് പിന്നെ കോമൺ ആൻസർ ആണ്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വായന്ന് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ആൻസർ ആണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നീ കൊള്ളാം. അതിന്റെ അർത്ഥം കണ്ടപ്പോ പണി ചെയ്യുന്നതാ വസന. അതാ പറഞ്ഞേ, അതാ ആ റോൾ അവൻ നന്നായിട്ട് ചെയ്യുന്നോണ്ടാണ് വെളിയിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ല എന്നാലും ഫണ്ണാണ്, നല്ലൊരു ക്യാരക്ടറാണ്. ഇത്രയൊക്കെ അവരാതെ ഓരോരുത്തരെ പറ്റി പറഞ്ഞിട്ട് ഫണ്ണാണ്, അത് കാലുകുത്തിയത് അത് തന്നെ അവരാതെ പറഞ്ഞിട്ട് ഫണ്ണാണത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടേക്കട്ടെ. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ അപ്പൊ വെൽക്കം 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 ടു ടിവി. ഓക്കെടാ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചടങ്ങുണ്ട് നിഞ്ച. എന്താ? ഇവിടുന്ന് മുട്ടയിലെഴയണം. ഗ്യാങ് ഹൗസിന് ചുറ്റും 3 ചില്ലറയല്ല അപ്പാപ്പാ. അപ്പാപ്പനൊക്കെ പണ്ടോട്ടുള്ള മുട്ട കഴിഞ്ഞാൽ തലച്ചില്ലാത്ത എത്ര എഴഞ്ഞതാ? സത്യം സത്യം. അപ്പാപ്പ ചുമ്മാ പറയണം, അതൊക്കെ ചുമ്മാ പറയണം. അപ്പൊ അടുത്ത സോഫയ്ക്ക് ചുറ്റുമെങ്കിൽ എന്റെ ഒരു മനസ്സമാനം വേണ്ട. പിന്നെ ആവട്ടെ, ഒറ്റയ്ക്ക് പിടിക്കാൻ. പിന്നെ ടിവിയുടെ വരുന്ന ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യുന്ന സമയമാണ്. അതായത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ സിങ്ക് ആവുന്നുണ്ടോ, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, എല്ലാവരുമായിട്ടൊക്കെ ഓക്കെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു 1 മാസമാണ്. ആ 1 മാസത്തിൽ അതിൽ ഫെയിൽ ആയാൽ ടിവിക്ക് പുറത്ത് കൊണ്ടുവരും നിന്റെ. അതെ ഓക്കെ. പെണ്ണുമില്ല കേട്ടോ 1 മാസത്തേക്ക്. ഒരു മാസത്തേക്ക് പെണ്ണുണ്ടാവാൻ പാടില്ല. നോ ഗേൾസ് ഫോർ 1 month. ഇനി അഥവാ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ 1 മാസത്തേക്ക് എല്ലാ മാസവും കുറിപ്പ് കത്തിപ്പോയെ. എടാ ഇവൻ ആരുടെയൊക്കെയോ ടോണുണ്ട് സൗണ്ട്. തോമ ഡെസ്ട്രോടെ മലയാളം ഇവര് കൊറേ ഇതുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെയാണ് റൂൾസ് ഇവിടുത്തെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നീ പോയിരുന്നു. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയണ്ടേ പറയാം. പക്ഷെ എനിക്കിപ്പോ കൈയും കാലൊക്കെ സംസാരിക്കാൻ പറ്റില്ല.